കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടി. ഞങ്ങള് കാണുന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വീണ്ടും വന്നു 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അല്ലേ? 2 വർഷമായി. അപ്പൊ നമ്മുടെ ഇത് കണ്ടിട്ട് ഒരുപാട് പേര് ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നല്ല നല്ല ഫീഡ്ബാക്സ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം വീണ്ടും വീണ്ടും താങ്ക്സ്. അല്ല, എന്നെ ഇത്രത്തോളം ഉയർത്തിയത് വീണല്ലേ, അങ്ങോട്ട് താങ്ക്സ് പറയേണ്ടത്. അപ്പൊ മാം, ഇപ്പൊ കുറെ പേർക്കുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വീണ ചേച്ചി എങ്ങനെ ഇത്ര മെലിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ മാം എങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്? അപ്പൊ PCOD ഉള്ള പേഷ്യൻസ് പ്രത്യേകിച്ചും ഫോളോ ചെയ്യുന്ന ഡയറ്റ്, എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, എന്തൊക്കെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു കുറച്ച് യൂസ്ഫുൾ ആവുമായിരിക്കും. അവര് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അവര് അരിഭക്ഷണം, ഉഴുന്ന് ചേർന്ന ആഹാരങ്ങള്, മധുര സാധനങ്ങള്, ബേക്കറിയിൽ ഉണ്ടാക്കുന്നത്, മൈദ ചേർന്ന സാധനങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ അവർക്ക് ഏതാണ്ട് ഒരു പകുതി ഒബേസിറ്റി അതിൽ കുറയും. പിന്നെ ബാക്കിയുള്ളത് അവര് കഴിവതും നോൺ വെജ് നിർത്തിയിട്ട്, എല്ലാ നോൺ വെജും നിർത്തിയിട്ട് മീന് മാത്രം. അതിൽ ഞാനൊരു 7 വെറൈറ്റി മീൻ പറയുന്നുണ്ട്. അതായത് അയില, കൂന്തൽ, സ്രാവ്, കക്ക, ഞണ്ട്, പിന്നെ കല്ലുമേക്കായ, മറ്റേ ചെമ്മീൻ, പ്രോൺ. അപ്പൊ ഇത്ര 7 വെറൈറ്റി മീനുകൾ തിന്നാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ള മീനുകളെല്ലാം തന്നെ അവർക്ക് കറി വെച്ച് കഴിക്കാം, വറക്കരുത്, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് കഴിക്കാം. അതിലാകുമ്പോൾ ഓയിൽ വരില്ല. ഓയിൽ ഇല്ലാണ്ട് അവർക്ക് അത് കറി വെച്ച് കഴിക്കാം. നാളികേരം അരച്ചൊഴിച്ച് കഴിക്കാം, പാലൊഴിച്ച് കഴിക്കരുത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഫിഷ് ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ മറ്റു വെജിറ്റബിൾസിലെല്ലാം കൂടി കഴിക്കുകയും ചെയ്യാം. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങള്, ക്യാരറ്റും ബീട്രൂട്ടും റാഡിഷും ഒഴികെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും ഞാൻ ഒഴിവാക്കാൻ പറയുന്നുണ്ട്. കാരണം അതിനകത്തെല്ലാം കണ്ടമാനം കപ്പ പോലെയാണ്. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, കപ്പയൊക്കെ കഴിക്കുമ്പോൾ ഈ തൈറോയിഡ് ഹോർമോൺ ഭയങ്കരമായിട്ട് വേരിയേഷൻ വരും. അപ്പൊ അത് നമ്മൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ എന്താന്ന് വെച്ചാൽ അവരോട് പിന്നെ ഞാൻ പറയുന്ന ഒരു സാധനം, ഈ ഉഴുന്ന് ചേർന്ന ആഹാരങ്ങൾക്ക് പകരം നമുക്ക് ചെറുപയറ് കൂടുതൽ ചേർത്തിട്ട് അരച്ച് ദോശ ഉണ്ടാക്കാം. അത് എല്ലാ പൾസും അവർക്ക് ഉപയോഗിക്കാം. കടല, ചണ, കടല അതെല്ലാം ഉപയോഗിക്കാം. കടലപ്പരിപ്പ്, തോരൻപരിപ്പ് ഉപയോഗിക്കാൻ പാടില്ല പറയുന്നില്ല, അതും ഉപയോഗിക്കാം. അപ്പൊ അതെല്ലാം കൂടി. പിന്നെ കൂടുതലും മില്ലറ്റ് റൈസുകൾ ഉപയോഗിക്കുക. മില്ലറ്റ് റൈസിൽ എന്താന്ന് വെച്ചാൽ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ഇല്ല. അപ്പൊ ഞാൻ അതിന് എക്സാമ്പിൾ പറയുന്നത്, അരിയും ഗോതമ്പും തിന്നുന്ന കോഴി പറക്കുന്നില്ല. ഈ മില്ലറ്റ് റൈസ് പറക്കുന്ന ലവ് ബേർഡ്സ് നന്നായിട്ട് പറക്കും. അപ്പൊ എന്റെ കുട്ടികൾ കഴിവൊന്നും ലവ് ബേർഡ്സ് ആവുക, കോഴിയാവാണ്ടിരിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ വീണാസ് കറികൾ വഴി ഇനി PCOD സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പീസ് വരുന്നതായിരിക്കും. മാമിൽ നിന്ന് ഞാൻ കട്ടെടുക്കുക, അത് നമുക്ക് പതിയെ ചെയ്യാം. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇടയ്ക്ക് വീണ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം, പിന്നെ എളുപ്പമായല്ലോ. അപ്പൊ ദോശ അല്ലേ, ഇത് ഉഴുന്ന് പാടില്ല. ഉഴുന്നും വേണ്ട. അപ്പൊ ഇവരുടെ അരി വേണ്ടെന്നല്ലേ പറയുന്നത്. അപ്പൊ ഇവർക്ക് ഈ മില്ലറ്റ് റൈസിൽ തന്നെ ഇപ്പൊ ഞാൻ പറയുന്നത് ചാമ, തീന, വരക, യവം, ഈ 4 അരിയും കൂടി മിക്സ് ചെയ്ത് കഴുകി അരിപ്പയിൽ അരച്ചിട്ട് ഒരു തുണിയിൽ വിരിച്ചിടുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അതിന്റെ വെള്ളമൊക്കെ തോർന്നു കിട്ടും. എന്നിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ച് പൊടിച്ചിട്ട് നമ്മുടെ പുട്ടുപൊടി പോലെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ഫുഡ്. ഈ 4 അരികളും കൂടെ ചേരുമ്പോൾ നല്ലൊരു വെറൈറ്റി വരുന്നുണ്ട് അതിനകത്ത്. നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ അരച്ചിട്ട് ദോശ ഉണ്ടാക്കാം. ഇതിൽ തന്നെ ചാമയരി മാത്രമായിട്ട് നാളികേരം കൂട്ടി അരച്ചാൽ ദോശ ഉണ്ടാക്കാം, ചെറുപയർ കൂട്ടി അരച്ചാൽ ദോശ ഉണ്ടാക്കാം. ഇനി നാളികേരം കൂട്ടി അരയ്ക്കുമ്പോൾ 1 സ്പൂൺ, വളരെ കുറച്ച്, നമ്മുടെ അരി അരയ്ക്കുമ്പോൾ ഇടുന്ന അത്രയും ചോറൊന്നും ഇടരുത്, വളരെ കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് അരച്ചു വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂറിൽ നല്ല വെള്ളയപ്പം, നല്ല ക്രിസ്പി ആയിട്ട് വെള്ളയപ്പം കിട്ടും. വെള്ളയപ്പം ഉണ്ടാക്കി കഴിക്കാം. അപ്പൊ അതൊക്കെ ഇവർക്ക് വെറൈറ്റി ഉണ്ടാക്കാൻ ഇവർ തയ്യാറാണെങ്കിൽ ഇവർക്ക് വെച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അതുപോലെ തന്നെ ഞാൻ പറയും, ബിരിയാണി, ഫ്രൈഡ് റൈസ്, പുലാവ്, ഈ 3 സാധനം ഈ അരി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന് ഞാൻ പറയും, ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോ BPL ബിരിയാണി ആവണം, APL ബിരിയാണി ആവരുത്. അപ്പൊ പിന്നെ പാവങ്ങളുടെ ബിരിയാണി ആവുമ്പോ അതിനകത്ത് മറ്റുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഒഴിക്കുന്നത് തന്നെ വളരെ കുറച്ച് നെയ്യ് ഒഴിക്കുക. പിന്നെ ഈ മില്ലറ്റ് റൈസിന്റെ കൂടെ കടലപ്പരിപ്പ്, ചെറുപയറ്, വൻപയർ, അതുപോലെ കടലയോ കടലപ്പരിപ്പോ അല്ലെങ്കിൽ തോരൻ പരിപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് തരിതരിപ്പായിട്ട് അരയ്ക്കുക. ഇതിൽ ഏതരി വേണമെങ്കിലും എടുക്കാം നമുക്ക്. എല്ലാം വളരെ കുറച്ച് കുറച്ച്, കാരണം ഇത് അരച്ച് ഒരുപാട് നേരം വെച്ചാൽ പുളിച്ചു പോകും. അപ്പൊ അപ്പൊ ആവശ്യത്തിന് അരച്ചെടുക്കാവുന്നതാണ്. അപ്പൊ ഇത് അതായത് ഈ
പയറുവർഗ്ഗങ്ങളെല്ലാം കുതിർക്കുക, അരി കുതിർക്കണ്ട, കഴുകി അങ്ങനെ തന്നെ ഇട്ടിട്ട് ഒന്നിച്ചിട്ട് അരച്ചെടുക്കുക. അരച്ച് കുറച്ച് റഫായിട്ട് അരച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നല്ല നമ്മൾ ഈ എന്താ പറയാ ഊത്തപ്പം ഉണ്ടാക്കുന്നത്. അപ്പൊ അതുപോലെ എണ്ണ ഇല്ലാണ്ട് തന്നെ പരന്ന ഫ്രൈങ് പാനിൽ ഒഴിക്കുകയാണെങ്കിൽ കട്ടി കുറച്ചോ കട്ടി കൂടുതലോ എങ്ങനെ വേണോ അങ്ങനത്തെ ഒരു ഊത്തപ്പം പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ധാരാളം പച്ചക്കറികളൊക്കെ മുറിച്ചിടുക. ഏതെല്ലാം പച്ചക്കറികൾ ഇവർക്ക് ഇഷ്ടമുണ്ടോ അതെല്ലാം നമുക്ക് മുറിച്ചിടുക. ഞാൻ ഈ പറയുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒഴിച്ച് അപ്പൊ അത് മുറിച്ചിട്ടിട്ട് അത് എടുത്തു വെച്ചിട്ട് ഇനി ഒരെണ്ണ അതുപോലെ തന്നെ ഉണ്ടാക്കി അതിൽ പച്ചക്കറി ഇടാണ്ട് ഇത് അതിന്റെ പുറത്ത് കമഴ്ത്തി വെക്കുക. എന്നിട്ട് ശകലം നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഇത് നാലായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി പിസ്സ. നിങ്ങൾക്ക് പിസ്സ അല്ലേ ഉണ്ടോ? പിസ്സ ഉണ്ടാവല്ലോ. ചീസ് വേണ്ട, നെയ്യ് ഒഴിക്കാൻ പറഞ്ഞല്ലോ ഞാൻ. ചീസിന് വരെ നെയ്യ് ഒഴിച്ചോ. ഈ വെജിറ്റബിൾസിൽ നമ്മള് ഉള്ളി വേറെ ബാക്കിയുള്ള വെജിറ്റബിൾസിന് കുഴപ്പമൊന്നുമില്ല. കോളിഫ്ലവർ, ക്യാബേജ് ഒക്കെ ഒരുപാട് മഷ്റൂം ഒക്കെ കഴിക്കാം. പനീർ കഴിക്കരുത്. പാലുൽപ്പന്നങ്ങളില് മോര് നമുക്ക് ധാരാളം കഴിക്കാം. കടഞ്ഞ് വെണ്ണ മാറ്റിയ മോര് ധാരാളം കഴിക്കുക. ഈ ഓവർ ബ്ലീഡിംഗ് ഒക്കെ വരുന്നവർക്ക് മോര് കഴിച്ചാൽ തന്നെ ബ്ലീഡിംഗ് കുറഞ്ഞിട്ട് നല്ലൊരു ഔഷധമാണ് അത് ശരിക്കും പറഞ്ഞാൽ മോര്. ഇപ്പൊ ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരുപാട് സ്ത്രീകൾക്ക് ഭയങ്കര ബ്ലീഡിംഗ് ആണ്. അപ്പൊ അത് അതിപ്പോ ഓവറിൽ സിസ്റ്റ് ഫൈബ്രോയിഡ് ഉള്ളത് കൊണ്ട് മാത്രമല്ല, നമുക്ക് മെനോപോസ് ആകുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് ആ ഹോർമോണിന്റെ ഇംബാലൻസ് വരുന്ന അനുസരിച്ച് പ്രൊജസ്ട്രോൺ കുറയുകയും മറ്റേ ഈസ്ട്രജൻ കൂടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവും. അപ്പൊ ആ ഹോർമോൺസിന്റെ ഇംബാലൻസ് കൊണ്ട് നമുക്ക് ബ്ലീഡിങ് ഓവറായിട്ട് വരുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ അതിനുള്ള മരുന്നുകൾ കൊടുത്ത് അവരെ നിർത്താൻ പാടില്ല. കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാ മെൻസസിനും 7 ഡേയ്സിൽ തന്നെ ബ്ലീഡിങ് നിൽക്കുന്ന മാതിരി വന്നു കഴിഞ്ഞാൽ അത് ശരിയാവും. പക്ഷെ അങ്ങനെ ഒരു നല്ല ബ്ലീഡിങ് വന്ന് നിൽക്കുന്നവർക്ക് ഈ മെനോപോസൽ ടൈമിലുള്ള ഹോട്ട് ഫ്ലഷസ് ഒക്കെ കുറവായിരിക്കും. ശരീരത്തിന് ഇങ്ങനെ പെട്ടെന്ന് ഒരു ചൂട് വരിക, വെറുതെ വിയർക്കുന്നതല്ല. നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്റെ കാല് തൊട്ട് ഇങ്ങനെ ഒരു ചൂട് ഇങ്ങനെ കയറി വരും ശരീരത്തിലേക്ക്. ഇത് നമ്മൾ അങ്ങനെ അങ്ങ് വിയർക്കും. ഒരു 2 മിനിറ്റ് ഒക്കെ നിൽക്കുള്ളൂ, അത് അങ്ങനെ തന്നെ പോവുകയും ചെയ്യും. അതൊരു ദിവസം കുറെ പ്രാവശ്യങ്ങൾ വരുന്നവരുണ്ടാവും. അതിനാണ് ഹോട്ട് ഫ്ലഷസ് എന്ന് പറയാം. അപ്പൊ അത് വരുമ്പോ അവർക്ക് ഭയങ്കര ദേഷ്യം, അങ്ങനെ സങ്കടവും ഒക്കെ വരും. അടുക്കുമ്പോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഹോർമോൺ വേരിയേഷൻസ് കൊണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ ബ്ലീഡിങ്ങിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഗ്രാജുവലി കുറച്ച് കൊണ്ടുവന്ന് പിന്നെ റെഗുലർ ഒരു പീരീഡ്സ് ആക്കി. അപ്പൊ ചിലപ്പോ അത് 6 മാസം കൂടുമ്പോഴായിരിക്കും വരിക. അപ്പൊ അത്രയും കണക്ഷൻ പുറത്ത് പോകണ്ടേ, ബ്രേക്ക് ചെയ്യും. ഫൈബ്രോയിഡ് ഉള്ളവർക്ക് അതുപോലെ നല്ല. അത് ഫൈബ്രോയിഡ് ഉള്ളവർക്ക് നമ്മൾ മെനോപോസ് ആവണമെന്നൊന്നുമില്ല. ഇപ്പൊ ഇന്നിപ്പോ എന്റെ കയ്യിൽ വന്നൊരു 14 വയസ്സുള്ള ഒരു കുട്ടിക്ക് യൂട്രൈൻ ഫൈബ്രോയിഡ്. 14 വയസ്സ്. ഞാൻ എന്താ കുട്ടിക്ക് മരുന്ന് കൊടുക്കുക? കുറച്ച് മരുന്നൊക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നീ ഇപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കല്യാണം ഒക്കെ കഴിഞ്ഞതായോ, എന്റെ PCOD ഞാനിപ്പോ മാറ്റിത്തരാം. ഫൈബ്രോയിഡ് ആണെങ്കിൽ നമ്മൾ PCODക്ക് കൊടുക്കുന്ന മരുന്ന് റെസ്റ്റ് ആവും കുറച്ച്. ട്രീറ്റ്മെന്റിന് വന്ന ഒരു കുട്ടി ലാബ് ടെക്നീഷ്യൻ ആണ്. അവള് സിസ്റ്റം ഫൈബ്രോയിഡ് എല്ലാം അവൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവള് ഓരോന്ന് പോകുമ്പോഴും അവള് സ്ട്രെയിൻ എടുത്തുകൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് സ്ലൈഡ് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് എനിക്ക് പറഞ്ഞു തന്നതാണ്. അല്ല, എന്റെ കുട്ടികൾ ഒരുപാട് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ടല്ലേ. അപ്പൊ എന്റെ ഫ്രണ്ടിന് ഇപ്പൊ എന്താ പ്രശ്നം പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫൈബ്രോയിഡും ഉണ്ട്, PCOD ഉണ്ട്. അപ്പൊ പക്ഷെ അതേ സമയം ഡിസ്ക് ഇപ്പൊ ഞാൻ ഒരു വീഴ്ച വീണു. അതിന് മുമ്പ് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ചിഹ്നലുണ്ട്. ഈ ഇത് പ്രോബ്ലം ഉള്ളതുകൊണ്ട്, ഡിസ്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇപ്പൊ സർജറി പറ്റില്ല. അപ്പൊ ഇപ്പൊ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോ ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ട്. 3 മാസത്തില് ഓരോ ഇഞ്ചക്ഷൻ വീതം 3 മാസം. അപ്പൊ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് പിന്നെ അത് അടുത്ത മാസം ഒരു ഇഞ്ചക്ഷൻ എടുക്കാത്ര. അപ്പൊ ഫൈബ്രോയിഡ് ചുങ്ങുന്ന പറയണത്ര. ഇപ്പൊ ജസ്റ്റ് എടുത്തിട്ടുള്ളവള്. അപ്പൊ അത് ഫൈബ്രോയിഡ് ചുരുങ്ങുന്നൊക്കെ പറയണത്, പക്ഷെ മെൻസസ് ആവില്ല എന്ന് പറയും. അതായത് എന്താന്ന് വെച്ചാല് ഈ ബ്ലഡ് ഫ്ലോ അതിനകത്തേക്ക് വരുമ്പോഴേ ഫൈബ്രോയിഡ് വളരത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ബ്ലഡ് ഫ്ലോ ഇവര് തടയുന്നത്. പക്ഷെ ശരിക്കും ഫൈബ്രോയിഡ് വളരുന്നത് നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ വലിച്ചിട്ടാണ്. എൻഡോമെട്രിയം ഡെവലപ്പ് ചെയ്ത് വരുന്ന ബ്ലഡ് മാത്രമല്ല, ശരിക്കും നമ്മുടെ ശരീരത്തിലെ ഈ ഫൈബ്രോയിഡ് ഉള്ള ഏത് പേഷ്യൻസിനെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ HB 9 താഴെ ഉണ്ടാവും. ഭയങ്കര ഫീലായിരിക്കും. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫൈബ്രോയിഡ് വളരുന്നത് ഈ HB വലിച്ചിട്ടാണ്. അപ്പൊ ശരിക്കൊരു മെൻസസ് വരാതെ വെക്കുക എന്ന് പറഞ്ഞാൽ വീണ, നമുക്ക് ഈ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് പെണ്ണുങ്ങളെ അപേക്ഷിച്ചിടത്തോളം കുറെ വേസ്റ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അപ്പൊ അത് പോകാണ്ട് അറസ്റ്റ് ചെയ്ത് നിർത്തുക എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ പ്രോബ്ലംസ് വരാൻ സാധ്യതകൾ കൂടുതലാണ്.
നമ്മൾ മരുന്ന് കൊടുത്ത് അത് അലിയിച്ച് കളയാനായിട്ട് ഞാനിപ്പോ ചെയ്യുന്ന ചികിത്സ വയറിൽ മരുന്ന് അരച്ച് വെക്കും, പിന്നെ തൈലം വെച്ചിട്ടുണ്ട്, പിന്നെ വാഷ് ചെയ്യലുണ്ട്. വാഷ് ചെയ്യുമ്പോൾ തന്നെ കുറെ അഴുക്കുകളൊക്കെ ഇങ്ങനെ പോരും ഇവർക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് മെൽറ്റായി വരുന്നതിനുള്ള മരുന്നുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റും കൂടി ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് മെൽറ്റാവും. അപ്പൊ ഈ നടുവിനൊക്കെ പ്രോബ്ലം ഉള്ളവരാകുമ്പോ അതിനും കൂടി ഗുണമാകും ഈ ചികിത്സ. പഞ്ചകർമ്മ ചെയ്യുമ്പോൾ ബാക്ക് ബോണിനും കൂടി ബലമൊക്കെ കിട്ടും. അതാ. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ വേറെ എന്തൊരു വിശേഷം? ഞങ്ങളിപ്പോ എവിടെയാണെന്ന് അറിയോ? അത് പറയാൻ മറന്നുപോയി. ഞാനിപ്പോ മാമിന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. പരിചയപ്പെടുത്തട്ടെ? അല്ലെ, ചിലർക്ക് ഇഷ്ടണ്ടാവില്ലേ? മാമിന്റെ ചേച്ചി എട്ടതിരിക്കുന്ന ചേച്ചിയുടെ ഹസ്ബൻഡ്, അതുപോലെ തന്നെ കൊച്ചുമോൻ. പേരൊക്കെ പറഞ്ഞിടത്തെ? എന്റെ പേര് വൈശാഖ്. വൈശാഖ്. എന്റെ പേര് ലൂർദൻ ലിയോൺ. ഞാൻ ലക്ഷ്മി. ലക്ഷ്മി ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു വിശേഷമുണ്ട്. ഇവര് ലവ് മാരേജ് ആണ്. എത്രയില് 67 കല്യാണം കഴിഞ്ഞ് വന്നവരാണ്. എനിക്ക് 2 മക്കള്. കോഴിക്കോടുണ്ട്. അവൾക്ക് അവിടെ മോള് മെഡിസിൻ പഠിക്കും കഴിഞ്ഞു. മോൻ 10ൽ പഠിക്കുന്നു. കോഴിക്കോട് തന്നെയാണ്. ഇത് മോന്റെ കുട്ടിയാ. അവൻ +2 പഠിക്കുന്നു. അവരില്ലപ്പാ. രണ്ടുപേരും ഇവന്റെ 10 മാസത്തില് ആക്സിഡന്റിൽ മരിച്ചു. 2 അമ്മാമ്മമാരും ഒരു അച്ചാച്ചനും. ഞങ്ങൾക്കൊരു പേരക്കുട്ടിയും. ലാളിച്ച് വഷളാക്കിയ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്. അല്ല, അമ്മാമ്മമാര് എന്ന് പറയുമ്പോഴേ കൂടുതൽ ആടാനൊക്കെ എടുക്കണായിരുന്നു. ഇതൊക്കെ ഇവനുണ്ടാക്കിയതാണ്. ആ കാണുന്നത് അത്, പിന്നെ അച്ഛന്റെ പടത്തിന്റെ അടുത്ത്, പിന്നെ അപ്പുറത്ത് ഡൈനിങ് ടേബിളിന്റെ പുറത്ത് 2 ഇരിപ്പുണ്ട്. അവരുടെ ഫോട്ടോ പിന്നെ അവിടെ ഉണ്ട് 2 മയിലും 2 ഉണ്ട്. അത് 2 അവൻ തന്നെ ഉണ്ടാക്കി. ശരി, ഇങ്ങനത്തെ താല്പര്യങ്ങളില്ല. ബട്ടൺസ് കൊണ്ട് മയിലിനെ വരച്ചത് ഒരു സ്ത്രീ പഠിപ്പിക്കുകയായിരുന്നു. അവരുടെ അടുത്ത് പോയി അവൻ പഠിച്ചത്. അത് അവര് വരയ്ക്കാൻ സ്കെച്ചൊക്കെ കൊടുത്തു. അവൻ ഡയറക്റ്റായിട്ട് വരച്ചെടുത്തു. ഉണ്ടല്ലോ, പ്യോർ വെജിറ്റേറിയൻ ആണല്ലോ. അപ്പൊ അവര് വെളുത്തുള്ളി ഉപയോഗിക്കില്ല, സവാള ഉപയോഗിക്കില്ല. ഈ 2 സംഭവങ്ങൾ ഇല്ലാണ്ട് ചേച്ചി കുറച്ച് റെസിപ്പീസ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതിന്. ഈ മിക്കതിലും നമ്മൾ സവാള ചേർക്കാം. അപ്പൊ ഈ സംഭവം നല്ലതാണ്. അല്ല, ഞങ്ങളിപ്പോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീടുകളിലൊക്കെ പണ്ട് കാലത്ത് സവാള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഒന്നും ചേർക്കാറില്ല. ഉള്ളി എടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ അതൊന്നും ഇല്ല. വെളുത്തുള്ളി, ചുവന്നുള്ളി, സവാള ഇല്ലാണ്ട് തന്നെ നമ്മള് കടുക് വറുക്കുന്നതിൽ ഇപ്പൊ ഉപ്പേരിയൊക്കെ കടുക് വറുക്കുകയാണെങ്കിൽ വെറുതെ കടുക് വറുത്തിട്ട് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോ അതിനകത്ത് പച്ചമുളക് ഇടും. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിടും. അതൊന്ന് ചൂടായി വാടി വരുമ്പോ അതിനകത്ത് കടുകിടും. കടുകിട്ടിട്ട് നമ്മള് കഷ്ണങ്ങള് അതിനകത്തേക്ക് മുറിച്ചിടുക. മുറിച്ചിട്ടിട്ട് ആവിയില് ഉപ്പ് മഞ്ഞപ്പൊടി ഒക്കെ ഇട്ടിട്ട് അതിനകത്ത് വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ ആവിയിൽ ഇങ്ങനെ അടുത്ത് നിന്ന് അടുപ്പ് സിം ചെയ്ത് ഇളക്കി വരട്ടി കഴിഞ്ഞാൽ അടിപൊളി ഉപ്പേരി ഉണ്ടാക്കുക. ഒരു പ്രശ്നമില്ല. പിന്നെ അധികം നമ്മളിപ്പോഴത്തെ ഫ്രൈങ് പാൻ ഒക്കെ ആണെങ്കിൽ അധികം എണ്ണയെ വേണ്ട, ഒഴിക്കണ എണ്ണ തിരിച്ചു വരും. അപ്പൊ എണ്ണയെ ഒഴിക്കണ്ട, വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ. ഇപ്പൊ തോരൻ വെക്കുകയാണെങ്കിൽ ജീരകവും പച്ചമുളക് അല്ലെങ്കിൽ ചുവന്ന മുളക് അരച്ചിട്ട് അതിൽ നാളികേരം ഒതുക്കിയെടുക്കുക, ചതച്ചെടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് തോരനിൽ ചേർക്കുക. അതുപോലെ എരിശ്ശേരി കൂട്ടുകറിയൊക്കെ ചപ്പാത്തിയുടെ കറികൾക്കൊക്കെ അതിന്റെ ഗ്രേവി എന്ന് പറഞ്ഞത് ഈ സവാള ഉണ്ടെങ്കിലല്ലേ ഗ്രേവി വരുന്നുള്ളൂ, അല്ലെങ്കിൽ തിക്നെസ് വരില്ലല്ലോ. അപ്പൊ അവര് പ്യോർ വെജിറ്റേറിയൻസ്. നമ്മള് ചിലപ്പോ നാളികേരം അരച്ചിട്ട് വെക്കും. ഇപ്പൊ കുറുമയൊക്കെ വെക്കുമ്പോൾ പാലൊഴിക്കുന്നതിന് പകരം നമ്മള് നാളികേരം അരക്കുകയാണെങ്കിൽ എന്താ ഗുണമെന്നറിയാവോ? നമുക്ക് 1 ഗ്ലാസ് പാല് കിട്ടണമെങ്കിൽ 1 നാളികേരം ഫുള്ള് വേണം. പക്ഷെ തിക്കായിട്ടൊരു ഗ്രേവി കിട്ടാൻ 1/4 നാളികേരം മതി. അരയ്ക്കുമ്പോ അതിന്റെ ഫൈബറും കൂടി ഉള്ളത് കൊണ്ട് അത് അവിടെ കൊളസ്ട്രോൾ ആയിട്ട് രൂപാന്തരപ്പെടാണ്ട് തിരിച്ച് ഡൈജഷൻ ആയി അങ്ങ് പോകും. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ തേങ്ങ കുറച്ച് ഉപയോഗിക്കാം, പക്ഷെ ടേസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മുടെ തേങ്ങ അരച്ചിട്ട്
മാമിന്റെ ഈ റെസിപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തക്കാളി ചട്നി തക്കാളി ചട്നി എന്ന് പറയുന്നത് തക്കാളി ഒരു 2-3 തക്കാളി എടുക്കുക, നന്നായിട്ട് കഴുകി അതിങ്ങനെ ഉരയ്ക്കുക, സ്ക്രാപ്പറിലിട്ട് ഉരച്ചിട്ട് അതിന്റെ തോല് പിഴിഞ്ഞു മാറ്റുക. തോല് നമുക്ക് കയ്യിൽ കിട്ടും. അപ്പൊ ആ തോല് പിഴിഞ്ഞു മാറ്റിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് കടുക് ഇഷ്ടമുള്ളവരാണെങ്കിൽ കടുക് കായം ഒക്കെ കൂടി ഇട്ടൊന്ന് താളിക്കുക. താളിച്ചിട്ട് ഈ സ്ക്രാപ്പ് ചെയ്ത തക്കാളി അതിനകത്ത് ഇട്ടിട്ട് കുറച്ച് പച്ചമുളകൊന്നുമില്ല, അതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് മുളക് പൊടി ഇട്ടിട്ട് ഒരു സെമി ഗ്രേവിയിൽ അതിനെ അങ്ങ് വറ്റിച്ചെടുക്കുക. ഡ്രൈ ആവില്ല, നമ്മുടെ ചമ്മന്തി കരച്ച് വെക്കണ മാതിരി ഒരു അയഞ്ഞ പരുവത്തിലായിരിക്കും. അത് കൂട്ടി എന്ത് ആഹാരം ചോറിൽ വരെ ഇട്ട് കഴിക്കാൻ നല്ല സുഖമാണ്, വെറുതെ ഉള്ളിയൊന്നും ഇല്ലാണ്ട് നല്ല രസമാണ്. പിന്നെ ഇതേ തക്കാളി തന്നെ നമുക്ക് അരിഞ്ഞിട്ടിട്ട് കുറച്ച് മുളകും പച്ചമുളകും എല്ലാം കൂടി അരിഞ്ഞിട്ട് വെയിലത്ത് വെക്കാം ഒരു 2 മണിക്കൂർ നേരം. ഒരു കഷ്ണം പുളിയൊക്കെ ഇട്ടിട്ട് വെയിലത്ത് വെച്ചിട്ട് അത് നന്നായി മിക്സിയിൽ അരച്ചെടുത്തിട്ട് കുറച്ച് എണ്ണ വെച്ച് അത് താളിക്കരുത് കേട്ടോ. താളിച്ചു കഴിഞ്ഞാൽ വേഗം കേടാവും, കടുക് ഇട്ട് കഴിയുമ്പോൾ വേഗം കേടാവും. ഇത് നമ്മൾ എണ്ണ ഇട്ടിട്ട് ജാം പോലെ അങ്ങ് വരട്ടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തും സവാള തക്കാളി ഉള്ളി ഒന്നും വരുന്നില്ല. ഇതിട്ടിട്ട് തന്നെ വെക്കാൻ പറ്റും നന്നായിട്ട്. പാട്ട് പാടുന്ന ഒരു കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയുടെ ചായ ഞാൻ എവിടെ പോയാലും എല്ലാരും ചോദിക്കും നീ വൈഷ്ണവാണോ. അല്ല ഇവരുടെ വൈഷ്ണവല്ല, മറ്റേ ഇന്ത്യൻ വോയിസിൽ പാടിയത്. അല്ല ഇവന്റെ സ്കൂളിലും ഉണ്ട് വൈഷ്ണവ. ഇല്ല ഞങ്ങള് ഇവിടെ എവിടെയാണ് നമ്മൾ അമ്പലത്തിൽ പോയതൊക്കെ, തിരുവുള്ളക്കാവ് അമ്പലത്തിൽ പോയപ്പോ ഒരു വല്യമ്മ ഓടി വന്നിട്ട് മോനെ വൈഷ്ണവേ നിന്റെ പാട്ട് ഒരുപാട് കേൾക്കാറുണ്ട്, നമ്മുടെ മറുപടി ഒന്നും പറയുന്നത് കേൾക്കാനില്ലാണ്ട് വല്യമ്മ എവിടെയാ വീട് ചുങ്കത്താണ് മോനെ നമ്മളൊന്നും പറഞ്ഞില്ല, ഭയങ്കര വിഷമമുണ്ടെന്ന് വെച്ചില്ലേ. ഒന്നും മിണ്ടില്ല. അതൊരു സന്തോഷമാവട്ടെ. അപ്പൊ ഇവിടെ 10:45 ആവണ സമയം, ഞങ്ങള് പോട്ടെ. പോണെന്ന് ഞാൻ പറയില്ല. രാത്രി വന്നിട്ടാണ് ഈ ഡയലോഗ് കളിച്ചിട്ടിരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് പോണം, തിരിച്ച് ദുബായിലോട്ട് പോണം. അങ്ങനെ വരുന്നില്ല ഒരു ദിവസം വാ, എല്ലാരും കൂട്ടിട്ട് വാ. ശരിയോ ഇനിയുണ്ട് നമുക്ക് പോകാൻ ദുബായിക്ക്. ആ അപ്പൊ നമുക്ക് ദുബായിൽ ഫാമിലിയെ കൊണ്ട് നടക്കാം. അപ്പൊ എന്താ പറയാ, ഇനി ഇതേപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ എന്താ പറയാ, അതെ നൽകാനുള്ള കാരണക്കാരി ആവട്ടെ, ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.